അടുത്ത ടോപ്പിക്ക് സേഫ്റ്റി ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ഇൻ CSSD ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ ഹസാർഡ്സ് അല്ലെങ്കിൽ അപകടങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, എന്തൊക്കെ റിസ്ക്കുകളാണ് നിലനിൽക്കുന്നത്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇഞ്ചുറീസും മറ്റ് അപകടങ്ങളും ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ഓക്കെ, ഇതിനൊക്കെ കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ജോലികൾക്കും അതിൻ്റേതായിട്ടുള്ള ഒക്കുപ്പേഷണൽ റിസ്ക്കുകൾ അതായത് ജോലി സംബന്ധമായിട്ടുള്ള റിസ്ക്കുകളും ഇഞ്ചുറീസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സേഫായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നതിന് മെയിനായിട്ടും നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഇഞ്ചുറീസ്, റിസ്ക്കുകൾ, അതിൽ നിന്നുള്ള അപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രിക്കോഷൻസ് എങ്ങനെ എടുക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതിലൂടെയാണ് നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ സേഫ്റ്റി പ്രോട്ടോക്കോൾസും കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോളോ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അടുത്ത് നമ്മൾ നോക്കുന്നത് സെൻട്രൽ സർവീസ് ഒക്കുപ്പേഷണൽ ഹസാർഡ്സ് ആണ്. അതായത് നമ്മുടെ CSSDയിലെ ജോലി സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ. ഓക്കെ, അതിനെ ഈ ഒക്കുപ്പേഷണൽ ഹസാർഡ്സിനെ നമ്മൾ 3ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്: ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. അപ്പോൾ ഇതിൽ ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു വർക്ക് ഏരിയയിൽ പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ നടക്കുന്ന അപകടങ്ങളായിരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, നമ്മുടെ ഡീകണ്ടാമിനേഷൻ ഏരിയ, അവിടെ അടുത്ത ആ ഫ്ലോറ് വെറ്റായിട്ട് കിടന്നു. അപ്പോൾ നമ്മൾ അവിടെ ഷൂ കവറും മറ്റു ഇതൊക്കെ ഇട്ടായിരിക്കും, അവിടെ PPEയിലായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ വെറ്റ് ഫ്ലോറിൽ ഒന്ന് തെന്നി വീഴുന്നു. ഓക്കെ, അങ്ങനെ ഒരു അപകടം നടന്നു. ഓക്കെ, അത് ഫിസിക്കൽ ഹസാർഡ്സിലാണ് വരുന്നത്. കാരണം ആ ഒരു എൻവയോൺമെൻറ്റ് കാരണം ഉണ്ടാകുന്ന അപകടം, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായ അപകടം, ഇതിനെ ഫിസിക്കൽ ഹസാർഡ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫയർ അല്ലെങ്കിൽ ഈ തീ പിടിക്കുന്നത്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പല ഇലക്ട്രോണിക് കമ്പോണൻസ്, പല ഇലക്ട്രോണിക് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ട്രിപ്പായി തീ പിടിക്കുന്നത്, ഇതൊക്കെ ഫിസിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ്. അടുത്ത് ഈ കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, മറ്റ് സ്റ്റെർലൻസ്, ഇതിൽ നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ. അതായത് ഇപ്പോൾ ഡീകണ്ടാമിനേഷൻ ഏരിയയിലാണെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടി എൻസൈമാറ്റിക് ക്ലീനേഴ്സ്, മറ്റ് ഡിറ്റർജൻസ്, അതുപോലെ തന്നെ ഡിസ്ഇൻഫെക്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റെയിൻ റിമൂവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കെമിക്കൽസിൽ നിന്നും നമുക്ക് പല ഇറിറ്റേഷൻ, അതുപോലെ തന്നെ പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവാം. പിന്നെ നമ്മളിപ്പോൾ സ്റ്റെർലൻറ്റിൽ വരെയാണെങ്കിൽ ETO അല്ലെ, ETOയുടെ കാട്രിഡ്ജും അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സ്റ്റെറിലൈസർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ETO. അത് കാർസിനോജനിക്കാണ്. ഓക്കെ, അതിൻ്റെ എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇറിറ്റേഷൻ, മറ്റ് അപകടങ്ങളും ഒക്കെ ഉണ്ടാവാൻ നമുക്ക് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ കെമിക്കൽ ഹസാർഡ്സിൽ വരുന്നത്. ഓക്കെ, അടുത്ത 3ാമത്തെ കാറ്റഗറി ബയോളജിക്കൽ സേഫ്റ്റി ഹസാർഡ്സ് ആണ്. അത് എല്ലാവർക്കും അറിയാം. ഈ ബ്ലഡ് ബോൺ പാത്തോജൻസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, HIV പോലുള്ള ബ്ലഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാത്തോജൻസ് ഉണ്ടാക്കുന്ന ഇൻഫെഷ്യസ് ആയിട്ടുള്ള റിസ്ക്, അതുപോലെ തന്നെ മറ്റ് കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ ഇൻഫെഷ്യസ് വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റിൽ നിന്നും ഉണ്ടാകുന്ന റിസ്ക്. ഓക്കെ, നമ്മുടെ ഈ ഹെൽത്ത് കെയർ വർക്കറിനും അതുപോലെ തന്നെ പേഷ്യൻസിനും ഉണ്ടാകുന്ന റിസ്ക്. ഓക്കെ, ഇതൊക്കെ ബയോളജിക്കൽ ഹസാർഡ്സ് ആണ്. മെയിനായിട്ടും നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ ഡീകണ്ടാമിനേഷൻ ഏരിയ, അവിടെ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റും മറ്റുമൊക്കെ ക്ലീനിങ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ഡീകണ്ടാമിനേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും നീഡിൽ പ്രിക്ക് ഉണ്ടായി, അപ്പോൾ എന്താണ്, നമുക്ക് ബയോളജിക്കൽ ഹസാർഡാണ് അവിടെ. അതായത് ബ്ലഡ് ബോൺ പാത്തോജൻസിൽ നിന്നുള്ള റിസ്ക് അവിടെ ഉണ്ട്. അങ്ങനെ ഒരു നീഡിൽ പ്രിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് കൊണ്ടുള്ള മുറിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബയോളജിക്കൽ ഹസാർഡ് ഉണ്ടാവും. ഓക്കെ, അതിൽ നിന്നും നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം. അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് പ്രോട്ടോക്കോൾസ് ഫോളോ ചെയ്ത് വേണം വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ വർഷവും ആയിരക്കണക്കിന് ഒക്കുപ്പേഷണൽ ഇഞ്ചുറീസ് നമ്മുടെ ഈ സെൻട്രൽ സ്റ്റെറൈൽ സർവീസിലും അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് കെയർ സെക്ടറിലുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ
ഈ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ അപകടങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് വലിയ വലിയ അപകടങ്ങൾ, ചിലപ്പോൾ മരണത്തിന് വരെ അത് കാരണമായേക്കാം. ഓക്കെ, അപ്പോൾ ഈ സേഫ്റ്റി നമ്മുടെ വർക്ക് പ്ലേസിലെ ഒക്കുപേഷണൽ സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനും അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് എഫേർട്ട് എടുത്താണ്. അതായത് സേഫായിട്ടും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റ് നമ്മുടെ CSSDയിൽ ഉണ്ടാക്കിയെടുക്കുക. അതിന് നമ്മൾ ഓരോ എംപ്ലോയീസും നമ്മുടെ ഫെസിലിറ്റി ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോട്ടോകോൾസ്, മറ്റ് സേഫ്റ്റി കൺസേൺസ്, പ്രിക്കോഷൻസ് എല്ലാം കറക്റ്റ് ഫോളോ ചെയ്ത് അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒക്കുപേഷണൽ സേഫ്റ്റി അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റിലെ സേഫ്റ്റി എന്ന് പറയുന്നത് CSSDയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സേഫ്റ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന അപകടം ഉണ്ടായാൽ, ഇന്ന ഹസാർഡ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന സേഫ്റ്റി മെഷേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഈ പ്രിക്കോഷൻസ് നമ്മൾ പാലിക്കണം എന്നൊക്കെ ഒരു വ്യക്തമായിട്ടുള്ളൊരു അവെയർനെസ് നമുക്കുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നതിലും വളരെ എഫിഷ്യൻ്റായിട്ട് ഒരു കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിലും നമുക്ക് സാധിക്കും.